വെൽക്കം ടു ദി എഡ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണിത മിസ് ആണ്. എടാ മക്കളെ, അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നുകയാണ്, അയ്യോ ഈ ക്വസ്റ്റ്യൻ ഇനി എങ്ങാനും ഈ വർഷം ചോദിച്ചാലോ അല്ലെ. അങ്ങനെ ചോദിക്കുന്ന മിസ്സിന്റെ മൈൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെടാ താജ്മഹൽ എന്ന് പറഞ്ഞ പോമിന്റെ അപ്രിസിയേഷൻ അല്ലെ. അയ്യോ മിസ്സേ, അപ്രിസിയേഷൻ നോട്ടോ അതെങ്ങനെ എഴുതാ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. വേണ്ടടാ, നിങ്ങൾ എവിടെയും തെരഞ്ഞെടുക്കണ്ട. നമ്മുടെ താജ്മഹൽ എന്ന് പറഞ്ഞ പോമിന്റെ അപ്രിസിയേഷൻ നോട്ടുമായിട്ട് നല്ല കിടിലൊരു അപ്രിസിയേഷൻ നോട്ടുമായിട്ട് മിസ് വന്നിട്ടുണ്ട്. സോ മക്കളെല്ലാരും എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ഇതിന് താഴെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എന്തായാലും പറയണം കേട്ടോ. സോ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കമന്റ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഒരു ലിങ്ക് കാണാം. സോ നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ട്സ് എല്ലാം എന്റെ മക്കൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ പോയം താജ്മഹൽ. അപ്പൊ നമുക്ക് ടൈം കളയാതെ താജ്മഹൽ എന്ന് പറഞ്ഞ ഒരു പോമിന്റെ അപ്രിസിയേഷൻ എന്താന്ന് നോക്കാം. സോ അപ്രിസിയേഷൻ നോട്ട് മിസ് ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഒരു ആസ്വാദന കുറിപ്പാണ് അല്ലടാ. അപ്രിസിയേഷൻ നോട്ടിന് ബേസിക്കലി മെയിൻ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു 3-4 പാരഗ്രാഫിലാണ് നമ്മൾ അപ്രിസിയേഷൻ എഴുതേണ്ടത്. ഓക്കെ, സോ അപ്രിസിയേഷൻ നോട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നോട്ടിന് ഒരു ടൈറ്റിൽ കൊടുക്കണം. എന്താണ് ആദ്യം വേണ്ടത്? ഒരു ടൈറ്റിൽ ആണ് കേട്ടോ. യെസ്, അതിന് നിങ്ങൾക്ക് നിങ്ങളൊരു പോയറ്റ്, അതായത് ആ പോയറ്റ് ഏതാണ്? ഇപ്പൊ ടാഗോർ ആണെന്നുണ്ടെങ്കിൽ ടാഗോർസ് വണ്ടർ താജ്മഹൽ അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇനിയിപ്പോ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ താജ്മഹൽ ആൻഡ് അപ്രിസിയേഷൻ എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാലും ഓക്കെ ആണ്. പക്ഷെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് അല്ലെ, ഫസ്റ്റ് പാരഗ്രാഫ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് മിസ് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇത് ഏത് പോയം ആണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഏത് കവിതയാണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ തന്നെ അതിന്റെ കവി ആരാണെന്നുള്ളത് അല്ലെ, അതിന്റെ റൈറ്റർ ആരാണ്, അല്ലെങ്കിൽ ആ പോയറ്റ് ആരാണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ ഈ ഒരു പോയമിനെ കുറിച്ച് നിങ്ങൾ പഠിച്ച കവിതയായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. സോ ആ കവിതേന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അത് വായിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു തീം, ഒരു ഏകദേശം എന്താണ് അതിന്റെ തീം അല്ലെങ്കിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടില്ലേ. സോ അതിന്റെ ഐഡിയ അല്ലെങ്കിൽ ഒരു തീമിനെ ജസ്റ്റ് ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി കഴിയണം, ഒരൊറ്റ സെന്റൻസിൽ. പിന്നെ അതേപോലെ തന്നെ ഈ പോയറ്റിനെ കുറിച്ച് എഴുതുമ്പം ഇപ്പൊ ടാഗോർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാഷണൽ ആന്തം എഴുതിയിട്ടുള്ളത് ടാഗോർ ആണെന്ന് അറിയാം. അതേപോലെ തന്നെ ആദ്യമായിട്ട് നോബൽ പ്രൈസ് നേടിയ ഒരു നോൺ യൂറോപ്യൻ ആണ് ടാഗോർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് തീമിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ ഈ പോയം ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ പോമാണ് എന്നൊക്കെ. അങ്ങനെ ആ ഒരു ഫസ്റ്റ് ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ആണ്. ഓക്കെ, ഈ ഒരു കവിതയെ കുറിച്ച് ഈ ഒരു അപ്രിസിയേഷൻ വായിക്കുന്ന ഒരാൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള പാരഗ്രാഫാണ്. ഇനി സെക്കൻഡ് പാരഗ്രാഫിൽ മക്കളെ നിങ്ങൾക്ക് എത്ര ലൈൻസ് ആണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നത്, അതായത് ഒരു 4 വരിയോ അല്ലെങ്കിൽ ഒരു 8 വരിയോ, ഒരു മിക്കവാറും ഒരു 8 ലൈൻസ് ഒക്കെ ആയിരിക്കും തരുന്നുണ്ടാവുക. ഈ 8 ലൈൻസിന്റെ മാത്രം സമ്മറി, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ലൈൻസ് തരുന്നുണ്ടോ അത്രയും ലൈൻസിന്റെ മാത്രം സമ്മറി നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, സമ്മറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലൈൻസ് വായിച്ചിട്ട് ഓരോരോ വരി വായിക്കുന്ന സമയത്ത് എന്ത് അർത്ഥമാണ്, എന്ത് മീനിങ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് ഒന്ന് ചുരുക്കിയിട്ട് എഴുതുക. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതേണ്ടത്. ഇനി ഒന്നെങ്കിൽ ആ സെക്കൻഡ് പാരഗ്രാഫിന്റെ ടുവേർഡ്സ് ദി എൻഡ് ആയിട്ടോ, ഇനി അതല്ലെങ്കിൽ തേർഡ് പാരഗ്രാഫ് ആയിട്ടോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്. തേർഡ് പാരഗ്രാഫ് മിക്കവാറും ചെറിയൊരു പാരഗ്രാഫ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്തുള്ളടാ പോയറ്റിക് ഡിവൈസസ് അതേപോലത്തെ എന്തെങ്കിലും ഇമേജറീസ്. ഇപ്പൊ നമുക്കറിയാലേ, നമ്മൾ ഓൾറെഡി താജ്മഹൽ പഠിച്ച ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുള്ള പോയറ്റിക് ഡിവൈസസും ഇമേജറീസും എല്ലാം അറിയാം അല്ലെ. യെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മക്കളെ ഈ ഒരു തേർഡ് പാരഗ്രാഫിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, സെറ്റ് ആണല്ലോ. നിങ്ങൾ ഇതിനകത്ത് പഠിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസ്, ഇമേജറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അലിട്രേഷൻ, അസോണൻസ്, സിമിലി, മെറ്റഫർ ഒക്കെ പഠിച്ചിട്ടില്ലേ? ഈ കാര്യങ്ങളൊക്കെയാണ് ആ തേർഡ് പാരഗ്രാഫിൽ അല്ലെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫിന്റെ ഒരു എൻഡിങ്ങിലായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി 4ാമത്തെ പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഒരു കൺക്ലൂഷൻ ആണ് കേട്ടോ. കൺക്ലൂഷൻ, ഈ കൺക്ലൂഷൻ അല്ലെങ്കിൽ ആ ഒരു കൺക്ലൂസീവ് പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് ആഡ് ചെയ്യണം? അതായത് ഈ ഒരു പോയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്,
അല്ലെങ്കിൽ ഇതിന്റെ ഒരു മൊത്തത്തിൽ ഒരു ചുരുക്കിയിട്ട് ഒരു സമ്മറൈസ് ചെയ്ത് എന്താണ് ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ദസ് ദിസ് പോയം മാർക്സ് ദി ട്രാൻസിയൻസ് ഓഫ് ടൈം ആൻഡ് ലൈഫ് അല്ലെ. ട്രാൻസിയൻസ് ഓഫ് ടൈം ആൻഡ് ലൈഫ്, സമയത്തിന്റെയും ലൈഫിന്റെയും ആ ഒരു ട്രാൻസിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഉറപ്പില്ലാതെ അല്ലെ, എപ്പോഴും നമുക്ക് ടൈമിനെയും ലൈഫിനെയും പിടിച്ചു നിർത്താൻ വേണ്ടി കഴിയുന്നില്ല. So this poem discusses about the transience of time and life and about the permanence of art. ആർട്ടിന്റെ പെർമനൻസിനെ കുറിച്ചും അതേപോലെ സമയത്തിന്റെയും ലൈഫിന്റെയും ട്രാൻസിയൻസിനെ കുറിച്ചുമാണ് ഈ ഒരു പോയം ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ലാസ്റ്റ് കൺക്ലൂഷൻ ആ ഒരു പാരഗ്രാഫ് അങ്ങനെയാണ് നിങ്ങൾ അവസാനിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഐ ലവ് ദിസ് പോയം ബിക്കോസ് എന്താണ് അതിനകത്ത് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിങ്ങൾക്ക് എൻഡ് ചെയ്യാം. സോ ഇതാണ് മൊത്തത്തില്. ഇനി നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സിലേക്കും അപ്രീസിയേഷൻ നോട്ട് എഴുതാൻ നോക്കുമ്പോൾ അതിന്റെ ഫോർമാറ്റ് ഇതാണ്. നോക്കുക, ഫസ്റ്റ് വണ്ണിൽ എന്താണ്, പോയം ഏതാണ്, പോയറ്റ് ആരാണ്, തീം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. പോയറ്റിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് എഴുതാം. പോയത്തിന് എന്തെങ്കിലും ഒരു എന്താ പറയാ, ഈ കവിതയ്ക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി, ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എഴുതാം. ഇപ്പൊ ഇതിനകത്ത് വേണമെങ്കിൽ നമ്മുടെ താജ്മഹലിനെ കുറിച്ചും അല്ലെങ്കിൽ ഷാജഹാന്റെയും മുംതാസിന്റെയും ആ ഒരു ലവിനെ കുറിച്ചും നിങ്ങൾക്ക് എഴുതാം. യെസ്, സോ അതൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ വേണ്ടത്. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണ് മക്കളെ, നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ലൈൻസിന് പാരഫ്രൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറിയാണ് എഴുതേണ്ടത്. തേർഡ് പാരഗ്രാഫ് ആയിട്ട് എന്ത് എഴുതണം, ആ ഒരു പോയമിൽ നിങ്ങൾ കണ്ടിട്ടുള്ള എന്താ പോയിറ്റിക് ഡിവൈസസ്, ഇമേജറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, സിമിലി, മെറ്റഫർ അല്ലെങ്കിൽ വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. നാലാമത്തെ എന്താണ്, കൺക്ലൂഡ് ചെയ്യുക. ഈ ഒരു പോയം എനിക്ക് ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൺക്ലൂഡ് ചെയ്യുക. ഇത്രയുള്ള അപ്രിസിയേഷൻ നോട്ട് സിമ്പിൾ ആണ് ബട്ട് വെരി പവർഫുൾ. നല്ലോണം മാർക്ക് സ്കോർ ചെയ്തിരുന്ന സാധനമാണ്. സോ മിസ് ഇപ്പം നിങ്ങൾക്ക് താജ്മഹലിന്റെ ഒരു അപ്രിസിയേഷന്റെ മോഡൽ കാണിച്ചു തരാം. നിങ്ങൾ നോക്കടാ, ദ പോയം കണ്ടോ, ആദ്യം ഐഡന്റിഫൈയിങ് ദ പോം ആണ്. The poem Taj Mahal, written by the renowned Indian poet Rabindranath Tagore, is a beautiful tribute to Shah Jahan's love for his wife മുംതാസ് മഹൽ. കണ്ടോ, ആ പോയം നമുക്കറിയാം താജ്മഹൽ എന്താണെന്നുള്ളത് അറിയാം. അതേപോലെ തന്നെ ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്, ടാഗോർ ആണെന്ന് നമുക്കറിയാം. സോ അവിടെ താജ്മഹലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഷാജഹാനെയും മുംതാസിനെയും കുറിച്ച് ഓൾറെഡി അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡീറ്റെയിലും കൂടെ ഇവിടെ ആഡ് ചെയ്യാം അല്ലെ. ടാഗോർ അഡ്രസ്സസ്, ഇതും കൂടെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇത് നിങ്ങൾ നോക്കി വെച്ചോ, നിങ്ങൾ അപ്രിസിയേഷൻ നോട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാം. ടാഗോർ അഡ്രസ്സസ് ദ പോയം ടു ഷാജഹാൻ. ടാഗോർ ഈ പോയം ആരെയാണ് അഡ്രസ് ചെയ്യുന്നത്, അതായത് ടാഗോർ ഇതിനകത്ത് എന്താണ് യു എന്ന് അഡ്രസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവല്ലോ. യെസ്, അതിനകത്ത് ഷാജഹാനെയാണ് അഡ്രസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അവിടെ ടാഗോർ അഡ്രസ്സസ് ദ പോയം ടു ഷാജഹാൻ, ഷാജഹാനെ ആണ് ഇത് അഭിസംബോധന ചെയ്യുന്നത്. ആ ഒരു കാര്യം മെൻഷൻ ചെയ്യാം. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കുക. The poet says that Shah Jahan knew that his life, youth, wealth and fame will all fade away as time passes, but his only dream was to preserve his heart's pain forever. അതേപോലെ മക്കളെ നിങ്ങൾ ആ ഒരു പോയറ്റ്, നിങ്ങളുടെ ഒരു കവിത അല്ലെ, ആ ഒരു പോയം എന്നുള്ള സെയിം എന്തെങ്കിലും ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു ഫ്രേസ്, ഇപ്പൊ ഇവിടെ ഹാർട്ട്സ് പെയിൻ എന്നുള്ളത് നിങ്ങൾക്ക് ആ കവിതയിൽ കാണാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ്. സോ ആ ഫ്രേസ് നിങ്ങൾ അതേപോലെ തന്നെ ഇങ്ങോട്ട് മാറ്റി എഴുതുമ്പം നിങ്ങൾ അതിനൊരു ഡബിൾ ഇൻവേർട്ടഡ് കോമ, കണ്ടോ ഈ ഒരു സാധനം അല്ലെ, ഡബിൾ ഇൻവേർട്ടഡ് കോമ എന്ന് പറയുമ്പോൾ ഇതാണ്. ഈ ഡബിൾ ഇൻവേർട്ടഡ് കോമാസിൽ എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാർട്ട്സ് പെയിൻ ഉള്ളത് ആ പോവമിലുള്ള ഒരു ചെറിയ ഫ്രേസ് ആണ്. സോ മിസ് അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ദെൻ ദ ഗ്രാൻഡർ ഓഫ്, ഇതിപ്പം ആ ഒരു കവിതയുടെ മൊത്തത്തിലുള്ള എല്ലാ ലൈൻസിന്റെയും കൂടെ സമ്മറിയാണ്, അതുകൊണ്ടാണ് ഇത് കുറച്ചൊരു ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ദ ഗ്രാൻഡർ ഓഫ് ഹിസ് ഇംപീരിയൽ പവർ വുഡ് ഈസിലി ഫെയ്ഡ് അവേ ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. പിന്നെയും കണ്ടോടാ, അതിനകത്ത് കണ്ടോ ആ ഒരു ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടത് കണ്ടോ, യെസ്, സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. But he hopes that at least a single eternally heaved sigh would stay as a symbol of his grief. അല്ലെ, എന്നാലും അതിനെ എത്രയോ ചുരുക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ആ ഒരു എന്താ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ അതിനെയൊക്കെ മെൻഷൻ ചെയ്തു. അതേപോലെ തന്നെ അയാളുടെ ആ ഒരു ഗ്രീഫിനെ അല്ലെ, ആ ഒരു ഗ്രീഫിനെ ഫോറെവർ എല്ലാ കാലത്തേക്കും പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ, അങ്ങനെയുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോം ആണല്ലേ. നിങ്ങൾക്ക് അതിന്റെ തീമും നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. Yes, then, but he hopes that at least a single eternally heaved sigh would stay as a symbol of his grief. Precious stones like emerald, ruby and pearl signifies wealth. അപ്പൊ ആ സ്റ്റോൺസ് ഒക്കെ എന്തിനാണ് സിഗ്നിഫൈ ചെയ്യുന്നത്, വെൽത്തിനെ, ധനത്തിനെയാണ് അല്ലെ സിഗ്നിഫൈ ചെയ്യുന്നത്. ടാഗോർ says that
wealth would also fade away just like a rainbow അല്ലെ tricking like a rainbow നിങ്ങൾ കണ്ടിട്ടില്ല ആ പോയിമിൽ കണ്ടിട്ടില്ലല്ലോ ഒരു റെയിൻബോ മാഞ്ഞു പോകുന്ന പോലെ തന്നെ ഈ എമറാൾഡ്സ് റൂബീസ് പേൾസ് ഇതിന്റെ ഒക്കെ ആ ഒരു തിളക്കം മാഞ്ഞു പോകും ആ വെൽത്തും അതേപോലെ തന്നെ മാഞ്ഞു പോകും വെൽത്ത് യൂത്ത് ഫെയിം അല്ലെ റിനോൺ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ത്രൂ ദ സ്ട്രീം ഓഫ് ടൈമിലൂടെ ഒഴുകി പോകും എന്നാണ് ടാഗോർ പറയുന്നത് ബട്ട് എന്ത് മാത്രമേ നിൽക്കുള്ളൂ ആ ഒരു ഇറ്റേർണലി ഹീവ്ഡ് സൈ പോലെ താജ്മഹൽ വുഡ് സ്റ്റേ ഓൺ ദ ചീക്ക് ഓഫ് ടൈം എന്ന് പറയുന്നില്ലേ യെസ് ദെൻ ബട്ട് താജ്മഹൽ വുഡ് സ്റ്റേ പാസിംഗ് ദ ടെസ്റ്റ് ഓഫ് ടൈം ഇല്ല ആ സമയത്തിന്റെ ഒരു ടെസ്റ്റിനെ കടന്നിട്ട് എന്താ നമ്മുടെ താജ്മഹൽ മാത്രം അവിടെ ബാക്കി നിൽക്കും ആൻഡ് ഹെൻസ് ദ ലവ് വുഡ് ബി ചെറിഷ്ഡ് ഫോർ എവർ എന്നിട്ട് എന്താണ്ടാ അവരുടെ ആ ഒരു ലവ് വിൽ ബി ചെറിഷ്ഡ് ഫോർ എവർ എല്ലാ കാലത്തേക്കുമായിട്ട് അവരുടെ പ്രണയം ചെറിഷ് ചെയ്യപ്പെടും നോക്കൂ ഇനിയാണ് മിസ് പറഞ്ഞ പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് ഇവിടെ പറയുന്നത് കേട്ടോ ടാഗോർസ് യൂസ് ഓഫ് പോയറ്റിക് ഡിവൈസസ് ആഡ്സ് ഡെപ്ത് ആൻഡ് ബ്യൂട്ടി ടു ദ പോം എടാ നിങ്ങൾക്ക് ഏത് കവിതയ്ക്ക് വേണമെങ്കിലും ഇവിടെ ടാഗോർ എന്നുള്ളതിന് പകരം ഇപ്പം ഷെല്ലിയോ അല്ലെങ്കിൽ ആരാ നമ്മുടെ വേർഡ്സ്വർത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് യൂസ് ചെയ്യാം എന്നിട്ട് വേർഡ്സ്വർത്ത് യൂസ് ഓഫ് പോയറ്റിക് ഡിവൈസസ് ആഡ്സ് ഡെപ്ത് ആൻഡ് ബ്യൂട്ടി ടു ദ പോയം എന്നാക്കി മാറ്റി എഴുതാം അപ്പൊ നിങ്ങൾ ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും അപ്രിസിയേഷനിലൊക്കെ ഇടാൻ വേണ്ടി കഴിയും Comparing time to a stream is an example of metaphor. നമ്മളിപ്പോ ആ ഒരു കവിത പഠിക്കുന്ന സമയത്ത് ഓൾറെഡി നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ആ ഒരു സ്ട്രീം ഓഫ് ടൈം എന്നുള്ളത് എന്താണ് ഒരു മെറ്റഫറിന്റെ എക്സാമ്പിൾ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ ദെൻ ഹി ഓൾസോ യൂസസ് സിമിലി സച്ച് ആസ് എന്താണ് ലൈക്ക് സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ ആ ലൈക്ക് എന്താണ് ആ ഒരു സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ അല്ലെ ആ ഒരു ഈവനിങ് ടൈമിലുള്ള ആ ഒരു റെഡ് സ്കൈനോടാണ് കമ്പയർ ചെയ്യുന്നത് എന്തിനെ ഈ രാജാവിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഷാജഹാന്റെ പവറിനെ കമ്പയർ ചെയ്യുന്നത് ആ ഒരു ക്രിംസൺ സ്പ്ലെൻഡറിനോടാണ് പിന്നെ വേറെന്താ ആൻഡ് ആസ് ദി ഗ്ലിറ്റർ ഓഫ് ദി റെയിൻബോ അല്ലെ ആ ഒരു എന്താ പറയുക ഈ പ്രഷ്യസ് സ്റ്റോൺസിന്റെ ആ ഒരു കളർ അല്ലെങ്കിൽ ആ വെൽത്ത് ഒക്കെ മാഞ്ഞു പോകുന്നുള്ളതിനാണ് ആസ് ദ ഗ്ലിറ്റർ ഓഫ് ദി റെയിൻബോ എന്നുള്ള ആഡ് ചെയ്തിട്ടുള്ളത് സോ ആ കാര്യം നമ്മൾ അവിടെ സിമിലി മെറ്റഫർ അതും പറഞ്ഞു ടു ഷോ ദാറ്റ് എവറിത്തിങ് വുഡ് ഫെയ്ഡ് അവേ ആസ് ടൈം പാസസ് സമയം കടന്നു പോകുമ്പോൾ ഇതെല്ലാം മാഞ്ഞു പോകുന്നു പറയാണ് He also uses many auditory and visual images as well to make the poem more appealing to the readers. നോക്ക് മക്കളെ അവിടെ മിസ് എന്ത് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അതായത് പ്രത്യേകം ഓഡിറ്ററി അല്ലെങ്കിൽ വിഷ്വൽ ഇമേജസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലെ ആ ഒരു എന്താ പറയാ തണ്ടർ ഹാർഷ് തണ്ടറിന്റെ കാര്യം പറയുമ്പോൾ അതൊരു ഓഡിറ്ററി ഇമേജ് ആണെന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ അതേപോലെ നിങ്ങൾക്ക് ആ ഓഡിറ്ററി ഇമേജും വിഷ്വൽ ഇമേജസും ഓർമ്മ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും എഴുതണം ഇവിടെ ഇപ്പം മിസ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം ഇത് ഓൾറെഡി ലെങ്തി ആണ് അതുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ ദെൻ പിന്നെന്താണ് ദ പോയം എക്സ്പ്ലോസ് ദി ഐഡിയ ഇതാണ് കേട്ടോ കൺക്ലൂഷൻ നാലാമത്തെ പാരഗ്രാഫ് വരുന്നത് ഇതാണ് കൺക്ലൂഷൻ വരിക ദ പോയം എക്സ്പ്ലോസ് ദി ഐഡിയ ദാറ്റ് ലൈഫ് പവർ ആൻഡ് വെൽത്ത് ആർ ടെമ്പററി ബട്ട് ലവ് ആൻഡ് ആർട്ട് ക്യാൻ ലാസ്റ്റ് ഫോർ എവർ ഇടാ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടോ ഇത് നിങ്ങൾക്ക് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിരിക്കും അതായത് നിങ്ങൾക്ക് ഒരു അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്തായാലും ഈ ഒരു ലാസ്റ്റ് പാരഗ്രാഫ് അതേപോലെ തന്നെ എഴുതി വെച്ചാൽ നന്നായിരിക്കും കേട്ടോ poem explores the idea that life, power, and wealth are temporary, but love and art can last forever. Tagore's use of beautiful language and imagery makes this poem more special. Last ഒരു paragraph അല്ല sentence നോക്ക് മക്കളെ Tagore's use of beautiful language അല്ലെ ടാഗോറിന്റെ യൂസ് ഓഫ് ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് നല്ല ലാംഗ്വേജ് ആണ് ടാഗോർ യൂസ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഇമേജറി അല്ലെ ഇമേജറീസിന്റെ യൂസും മേക്സ് ദിസ് പോയം മോർ സ്പെഷ്യൽ എന്താണ് ഈ ഒരു കവിതേനെ കൂടുതൽ സ്പെഷ്യൽ ആക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു സോ മിസ് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അപ്രിസിയേഷൻ എങ്ങനെയാണ് അതിന്റെ ഒരു ഫോർമാറ്റ് മനസ്സിലായില്ലേ ഒരു അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് അതിന്റെ ഫോർമാറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ അപ്പൊ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഇനി ഇതേപോലെയുള്ള നല്ല ഏതെങ്കിലും പോയിംസ് ഒക്കെ നിങ്ങൾ സ്വന്തം അപ്രിസിയേഷൻസ് അറ്റംപ്റ്റ് ചെയ്തൊക്കെ എഴുതി നോക്കുക അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എങ്ങനെയാണ് ഓക്കെ ഫസ്റ്റ് പാരഗ്രാഫ് എന്താണ് സെക്കൻഡ് പാരഗ്രാഫ് എന്താണ് തേർഡ് എന്താണ് ഫോർത്ത് എന്താണെന്നുള്ളത് ഇത്രയുള്ള അപ്രിസിയേഷൻ സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു എൻജോയ് ദ വീഡിയോ ആൻഡ് മിസ് പറഞ്ഞ പോലെ തന്നെ എന്താണ് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി ഓക്കെ അതിൽ ജോയിൻ ചെയ്യണം അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്തണം സോ വിൽ മീറ്റ് ഇൻ അനദർ വീഡിയോ ടിൽ ദെൻ ബൈ ബൈ